ഏട്ടാ എന്നായി ഒരു പൊക്കോട്ടല്ലേ? ആ പൊക്കോട്ട്, നാളെ വന്നാൽ മതി. അല്ല ഏട്ടാ, ഇവര് നൈറ്റ് ഫുള്ള് വർക്ക് ചെയ്തല്ലേ, അപ്പോൾ പിന്നെ അവർക്ക് നാളെ ലീവ് കൊടുത്താലോ? അദ്വി, നീ എന്തൊക്കെയാ പറയുന്നത്? 2 ദിവസം ലീവ് കൊടുക്കാനോ? അതൊന്നും പറ്റത്തില്ല. അല്ലേട്ടാ? വേണ്ട സാർ, ഞങ്ങൾ നാളെ വന്നോളാം. അദ്വി, ഇവർക്ക് ലീവ് കൊടുത്തേരെ. ആ കേട്ടല്ലോ, അപ്പൊ നാളെ ലീവാ. താങ്ക് യു സാർ. അല്ല, എന്നാലും അങ്ങനെ വരാൻ. എന്റെ പൊന്നതിഥി, നിങ്ങൾക്ക് ലീവ് കിട്ടില്ലേ, അതിന് സന്തോഷിക്ക്. എന്നാ ചേച്ചി, വാ പോവാം. പോവാം. ശരി സാർ. ആ ശരി, ബൈ സാർ. ബൈ. അല്ല തനു, എന്താ ചേച്ചി, ഞാനങ്ങനെ പറഞ്ഞിട്ടും സാർ എന്താ പോവാൻ പറഞ്ഞത്? അത് നമ്മൾ ഒരുപാട് വർക്ക് ചെയ്തില്ലേ രാത്രിയിലൊക്കെ, അതുകൊണ്ട് സാർ അങ്ങനെ പറഞ്ഞായിരിക്കും. എന്നാ ആദ്യമേ സാർ അങ്ങനെ പറഞ്ഞുകൂടായിരുന്നോ? അത് ശരിയാണല്ലോ. എന്തേലും ആവട്ടെ, നമുക്കിപ്പോ ലീവ് കിട്ടില്ലേ, അത് തന്നെ നല്ലത്. ബൈ ചേച്ചി, പോവാം. ശരിയാ. രണ്ട് പെങ്കൊച്ചുങ്ങളുണ്ട് എനിക്ക്. ജോലിയോടുള്ള ആത്മാർത്ഥമൊക്കെ ശരി, എന്നാ ഇവിടെ ഒരു തന്തയും തള്ളയും ഉണ്ട്. വർക്ക് ലോഡ് ഉണ്ടെങ്കിൽ അവക്കൊക്കെ ഒന്ന് വിളിച്ച് പറഞ്ഞുകൂടെ എന്നോട്? ഇല്ല, ഇവിടെ കാത്തിരിക്കുക രാത്രിയായിട്ടും. എന്താ കൊച്ചുങ്ങൾ വരാത്തേന്ന് വെച്ച് വിഷമിച്ച്. അതുങ്ങൾക്ക് ഇതൊരു ചിന്തയിലല്ല, അതുങ്ങൾക്ക് ജോലിയല്ലേ വലുത്. എന്തേലും ചെയ്യട്ടെ. ചേച്ചി, അമ്മയുടെ പരിഭവങ്ങളല്ലേ കേൾക്കുന്നത്? അതേടി, എന്റെ ഭഗവാനെ, കാത്തോണേ നീ ഞങ്ങളെ. വാ എന്റെ പൊന്നു നീന്തു, നീ എന്തിനാ കടന്ന് ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നേ? എന്ത് ശ്രീയേട്ടാ, ഞാൻ എന്താ ബഹളം ഉണ്ടാക്കിയതാ നിങ്ങളീ പറയുന്നത്? ഞാൻ കാര്യമില്ലേ പറഞ്ഞേ? അവളുമാർക്ക് നേരത്തെ വരത്തില്ലെങ്കിൽ ഒന്ന് വിളിച്ചു പറഞ്ഞാലെന്താ? അത് കൊള്ളാം, ഞാൻ പറഞ്ഞതിപ്പോ കുറ്റമായി പോയോ നിങ്ങൾക്ക്? എന്റെ നീതു, ഞാൻ നിന്നോടൊന്നും പറയാൻ വന്നില്ല. എന്റെ കൃഷ്ണ. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ സപ്പോർട്ട് ചെയ്യാനല്ലേ സമയമുള്ളൂ. നമുക്കൊരു വിലയില്ലേ വീട്ടിൽ. അമ്മേ. വന്നോ? എന്തിനിപ്പോ ഇങ്ങോട്ട് വന്നേ? നാളെ വന്നാൽ മതിയായിരുന്നല്ലോ. അതെങ്ങനെ പറ്റും? ഞങ്ങളുടെ അമ്മ കൊച്ചിനെ കാണാതിരിക്കാൻ പറ്റുമോ? ഇത് തനു, എന്റെ അടുത്തോട്ടങ്ങനെ വന്ന് കിട്ടും നിനക്ക്. അയ്യോ, ഡേഞ്ചർ സോൺ. അമ്മ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? ഞങ്ങൾ ഇങ്ങ് വന്നില്ലേ? ഞാനിപ്പോ ദേഷ്യപ്പെട്ടേ കുറ്റം. ആദി, നിനക്കൊന്ന് വിളിച്ച് പറഞ്ഞാലെന്തായിരുന്നു? അച്ഛൻ അങ്ങോട്ട് വിളിക്കണമായിരുന്നു നിന്നെ. അമ്മ, ആ ടെൻഷനിൽ ഞാൻ വിളിച്ച് പറയാൻ മറന്നുപോയി. നിനക്കൊക്കെ ടെൻഷൻ, ഞങ്ങൾക്കൊന്നും ഒരു ടെൻഷനും ഇല്ലല്ലേ? പെങ്കൊച്ചുങ്ങൾ പോയിട്ട് ഇതുവരെ കണ്ടുമില്ല, എന്തോന്ന് അറിയാതെ ടെൻഷൻ അടിച്ച് ഞങ്ങളിവിടെ നിൽക്കുക. അപ്പൊ അവളുമാർക്ക് വേറെ. അമ്മ, ഒരു ജോലിയാകുമ്പോൾ അങ്ങനെ. അതുമല്ല, സാറ് പെട്ടിരിക്കുമായിരുന്നു. സാറിന്റെ പിയില്ലേ ഞാൻ എന്തെങ്കിലും ചെയ്യണ്ടേ? അതുകൊണ്ട് തന്നെ ഞങ്ങള് ഒരു പിയും ബോസും വന്നേക്കുന്നു. എന്റെ നീതി കൊച്ചെ, എന്തുവാ ഇപ്പൊ പ്രശ്നം? ഞങ്ങൾ ഇങ്ങോട്ട് വന്നില്ലേ? അതുമല്ല, നാളെ ലീവ് തന്നെ സാറ്. നാളെ ലീവാണോ? അതെ അമ്മേ. അപ്പൊ പിന്നെ കുഴപ്പമില്ല, നല്ല സാറാ. അത്ര നല്ല ഒന്നും അല്ല. ചേച്ചി, അതെ, ആർഎസ് സാർ എന്ന് പറഞ്ഞ മൊത്താണ് ഞങ്ങളുടെ. കണ്ടില്ലേ, ഇന്ന് ലീവാണ്, നാളെ ലീവാണ്. ആ കൊച്ചിന് നല്ലതേ വരത്തോളൂ. എന്നാലും സാറിന് എന്തോ പറ്റി? എന്താ മോളെ? ഒന്നുമില്ല അച്ഛാ. എന്നാ നിങ്ങൾ പോയി ഫ്രഷ് ആയിട്ട് വാ. ശരി. അമ്മാ, അമ്മാ, അമ്മായി. എന്തൊരു ചെറുക്കാടന്ന് കൂവുന്നേ? ഇവിടെ ഉണ്ടായിരുന്നോ? പിന്നെ ഞാൻ എവിടെ പോവാനാ? തള സമ്മതിക്കൂല. അല്ല, നീയൊക്കെ ഇപ്പഴാണോ വരുന്നത്?
ഇന്നലെ എന്താ വരാന്? അത് ഞങ്ങക്ക് നൈറ്റ് ഓവർ വർക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ടാ വരാനത്. എന്നാ ഇവിടെ ഒരു തള്ള ഇരിപ്പോണ്ട് അതിനെ വിളിച്ച് പറയണമെന്നുണ്ടായിരുന്നോ? അത് പിന്നെ ഞാൻ ഏട്ടനോട് പറഞ്ഞിരുന്നു. അല്ല ഏട്ടാ, എന്നോടോ? എപ്പം? ഞാൻ പറഞ്ഞായിരുന്നു, ഏട്ടൻ മറന്നു പോയതാ അമ്മ. ഞാനെന്ത് ചെയ്യാനാ, ഞാൻ ഏട്ടനോട് പറഞ്ഞായിരുന്നു അമ്മയെ വിളിച്ച് പറയണമെന്ന്. എനിക്കറിയത്തില്ല അതിനെ പറ്റി, ഏട്ടനോട് ചോദിക്കും. അത് നിങ്ങൾ തമ്മിലായി, ഇനിയിപ്പോ ഞാനൊന്നും പറയുന്നില്ല, എനിക്കൊന്നും അറിയത്തില്ലേ. അപ്പൊ ശരി, ഞാൻ പോയി കുളിച്ചിട്ട് വരാം. എടാ, നൈസോട്ടിന്റെ തലയിലിട്ട് പോയി അവൻ. ആരോ? അമ്മേ, അത് പിന്നെ ഞാൻ വിളിച്ചായിരുന്നു, പക്ഷെ അമ്മയുടെ ഫോണിൽ റേഞ്ച് ഇല്ലായിരുന്നു. റേഞ്ച് ഇല്ലാത്തോണ്ടേ കോള് പോയില്ല, അതായിരുന്നു പ്രശ്നം. എന്തിനിങ്ങനെ നോക്കി പഠിപ്പിക്കുന്നേ? ഞാൻ പോട്ടെ, എനിക്ക് വിശക്കുന്നേ, ഞാൻ കുളിച്ചിട്ട് വരാവേ. ഓക്കെ, ബൈ. രണ്ട് പഠിച്ച കള്ളന്മാരാ, എന്റെ ഭഗവാനേ. മോളെ ആദി, സമയം 6 വിളക്കത്തിക്ക്. അച്ഛാ വരുന്നു. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. അമ്മേ ദേവി, അമ്മേ ദേവി കാത്തോണേ. ഭഗവതി. അല്ല, തനു ചേട്ടാ? ഈ പെണ്ണ്. ഞാൻ ഇപ്പൊ വരാവേ. ഈ കൊച്ചി ഇവളുടെ നിന്ന് വല്ലതൊക്കെ മേടിച്ചു കൂട്ടും. മിസ്റ്റർ ബ്യൂട്ടി. അയ്യോ കുരുപ്പ് പണ്ടാരം, അല്ലെങ്കിലും അങ്ങനെ. ഇത് ഞാൻ ഇന്ന് എങ്ങനെ മാറ്റും? ത്രെഡ് ചെയ്യേണ്ട സമയമായി. നാളെ പോയി ചെയ്യാം. തനു, എന്താ അമ്മേ? സമയത്രടി? സമയം നോക്കാനാണോ അമ്മ ഇവിടെ വരെ വന്നത്? തനു, നോക്കട്ടെ 6 ആയതുള്ള അമ്മ. 6:30. വിളക്ക് അവിടെ കത്തിച്ച് വെച്ചേക്കുന്നു. നീ ഇവിടെ സൗന്ദര്യം ആസ്വദിച്ചോണ്ടിരിക്കുവാണോ? വിളക്ക് കത്തിച്ചിരിക്കുന്നു ഞാൻ എന്ത് ചെയ്യാനാ അമ്മ? ചേച്ചി ഉണ്ടല്ലോ, ചേച്ചി കത്തിച്ചാടും. അവൾ ഉണ്ടായോണ്ട് നിനക്ക് പ്രാർത്ഥിക്കൊന്നും വേണ്ടേ? അതെങ്ങനാ, ദൈവവിശ്വാസം ഇല്ലല്ലോ. തുടങ്ങി. എടി, രാമായണ മാസമായി 10 നാമം ചൊല്ലിയ നിനക്ക് തന്നെ നല്ലത്. പോയി ചൊല്ലടി. എന്തിനെങ്ങനെ ബാളം വെക്കുന്നത്? ഞാൻ പോയി ചൊല്ല. എന്റെ മഹാദേവ, ഇങ്ങനൊരു തള്ള. എന്താടി? ഞാനൊന്നും പറഞ്ഞില്ല. എന്തൊരു കഷ്ടപ്പെട്ട ജീവിതം ഇത്. മോളെ എന്താ? ഒന്നുമില്ല. രാമ 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 പാഹി മാം, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം, രാഘവ മനോഹര മുകുന്ദ രാമ പാഹി മാം, രാവണാന്തക മുകുന്ദ രാമ രാമ പാഹി മാം, രാമ 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 പാഹി മാം, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. ചേച്ചി, നീ കിടക്കാൻ വരുന്നില്ലേ? നീ പോയി കിടന്നോ, എനിക്ക് ഉറക്കം വരുന്നില്ലടി. ശരി. കിടന്നോ? കിടന്നു. അച്ഛാ. എന്തായി മോളെ, എല്ലാം സെറ്റല്ലേ? അച്ഛൻ സാധനങ്ങളെല്ലാം മേടിച്ചിട്ടുണ്ട്, നമുക്കിതെല്ലാം ഡെക്കറേറ്റ് ചെയ്യണം. ഓക്കെ നീതു, വാ നമുക്കിതെല്ലാം ഡെക്കറേറ്റ് ചെയ്യാം. ഓക്കെ. സെറ്റ്. അച്ഛാ, സമയം എത്രയായി? 11:55. ഓക്കെ, ഇനി നമുക്ക് അവളെ പോയി വിളിക്കാം. ഓക്കെ സെറ്റ്. എന്റെ കൊച്ചു ഉറങ്ങുക. മോളെ നീ ചെന്ന് വിളിക്കാം. ശരി അച്ഛാ. തനു. എന്ത് ചേച്ചി? തനു എഴുന്നേക്ക്. ഉറങ്ങട്ടെ ചേച്ചി, പോ. എന്റെ പൊന്നെ, നീ എഴുന്നേക്കടാ. വാ എഴുന്നേക്ക്. എന്ത് ചേച്ചി? ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ തനു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇന്നെന്റെ ബർത്ത്ഡേ ആണോ? പിന്നല്ലാതെ. അശ്ശോ, ഞാൻ മറന്നുപോയായിരുന്നു. അതൊക്കെ ഓർമ്മിപ്പിക്കാനല്ലേ ഞങ്ങളുള്ളത്. നീ വാ. എങ്ങോട്ട്? കേക്ക് കിട്ടേണ്ടേ? കേക്കുണ്ടോ?
പിന്നെ അല്ലാതെ നീ ഞങ്ങളെ പറ്റി എന്താ വിചാരിച്ച് ഇങ്ങോട്ട് വന്നേ? ഇതാ നോക്കിയേ. വാവ് സൂപ്പർ. ഓ എന്റെ ചേച്ചി. അല്ലേ എന്റെ ചേച്ചി അച്ഛനും അമ്മയൊക്കെ സൂപ്പർ അല്ലേ? മതി സോപ്പിട്ടതാ, വാ വന്ന് കട്ട് ചെയ്യ് കേക്ക്. ഓക്കെ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ഡിയർ താനു. ഹാപ്പി ബർത്ത്ഡേ ടു യു. കണ്ടു കണ്ടു കണ്ടിനിയും മതിയായില്ലിവരെ പൊന്നിൻ കിരണമാം തിലകം തൊട്ടും കൊണ്ടേ ചിരികളുടെ മാത്രം ചിറകടിയുമാ കൊഞ്ചൽ മഴത്തൂ ഓമനകളെ എന്നുഞ്ചത്തുടിപ്പിൽ തേൻ ചിന്തി പറക്കും കളിച്ചിരിയും കഥകളുമായി കുസൃതികൾ തൻ മധുരവുമായി ഓരമ്മക്കിളിയും രണ്ടോമൽ കുരുന്നും മാറിവിൽ കുടനീർത്തും മാനസം തണലാക്കി. ഇനിയിപ്പോ രാവിലെ എന്താ പരിപാടി? പരിപാടി ഒന്നുമില്ല. അമ്പലത്തിൽ പോണം രാവിലെ. ഈ അമ്മ, നമുക്ക് ഗുരുവായൂർ പോയേട്ടാ. ഗുരുവായൂരോ? എന്നാ നിങ്ങൾ വെക്കോ, ഞാൻ വരുന്നില്ല. അതെന്താ? എനിക്ക് അങ്ങോട്ട് നോ എൻട്രി ബോർഡാ. ഓ അത് ശരിയാണല്ലോ. എന്നാ നീതു, നമുക്ക് വടക്കുന്നാഥന്റെ അടുത്ത് പോയാലോ? എന്നാ പിന്നെ അങ്ങോട്ട് പോവാം. അപ്പൊ വെളുപ്പിനെ എഴുന്നേക്കണം, പോയി കിടന്നുറങ്ങിക്കോ. സമയം 12:30 ഇനി ഇതിന് ഉറങ്ങുന്നേ. പോയ അച്ഛനെത്തി. ബാ ചേച്ചി ഇപ്പഴേ കുളിച്ച് റെഡിയാവാ. ഈ പിള്ളാര്. തനു സാരി ഉടുക്കണം കേട്ടോ. ഇല്ല ഉടുക്കത്തില്ല. ഡി അതൊക്കെ ഞാൻ ഉടുപ്പിച്ചോളാം അമ്മേ. ശരി ചേച്ചി. സാരി വേണ്ട, ഞാൻ ചുരിദാർ ഇട്ടോളാം. അയ്യടി മോളെ, അമ്പലത്തിൽ പോകുമ്പോൾ നമ്മൾ നല്ല സാരിയൊക്കെ എടുത്ത് സുന്ദരി കുട്ടിയായിട്ട് പോണം. എന്തിനാന്ന് വെച്ചാ അതതിന്റെ ഒരു രീതിയാണല്ലോ. സിറ്റുവേഷൻ നമ്മൾ ബാലൻസ് ചെയ്യണ്ടേ? ശരി. ని సరే రే మామ పాప ని ద బమ పని సరే ని సరి నీద పరిద పమగరి మగ సని సా മയിലായി പറന്നുവാ മഴവില്ലു തോൽക്കുമെന്നഴകേ കനിവായി പൊഴിഞ്ഞു താമണി പേലിയൊന്നു നീയരികേ ഏഴെല്ലാം കാവുകൾ താണ്ടി എന്റെ ഉള്ളിൽ നീ കൂടണയോ എൻ മാറിൽ ചേർന്നു മയങ്ങാൻ 7 വർണ്ണവും നീ അണിയൂ. എന്റെ ഭഗവാനെ, എൻ്റെ കുഞ്ഞുങ്ങളെ കാത്തോണേ. എൻ്റെ മഹാദേവ, എൻ്റെ അനിയത്തെയും അച്ഛനമ്മയും കാത്തോണേ നീ. എൻ്റെ മഹാദേവ, എൻ്റെ ചേച്ചി അച്ഛനമ്മയും നീ കാത്തോണേ. പിന്നെ സ്പെഷ്യലായിട്ട് എൻ്റെ ചേച്ചി ഒന്ന് കാത്തോണേ. അതുമല്ല, ആ ഗുരുവായൂരപ്പനോടൊന്നും പറഞ്ഞേക്കണേ. എൻ്റെ ചേച്ചിക്ക് എന്തിനാ നോ എൻട്രി ബോർഡൊക്കെ വെച്ചേക്കുന്നേ? പാവം ചേച്ചി, എന്തോ വിഷമാണെന്നറിയോ അങ്ങോട്ടൊന്ന് കയറാൻ. കള്ള കണ്ണൻ. മഹാദേവ ഒന്ന് ഉപദേശിക്കണേ കേട്ടോ. 2 വഴക്കും കൂടെ പറഞ്ഞേരാം. ബൈ തനു. ഓക്കേ ടാറ്റാ. തനു വാ. വരുന്ന ചേച്ചി. അപ്പൊ ബൈ. ഞാൻ പറഞ്ഞത് മറക്കണ്ട. ദേ ചേച്ചി കൈനോട്ടക്കാരൻ. അമ്മേ വാ, നമുക്ക് നോക്കിട്ട് വരാം. വേണ്ട അത് കുടായിപ്പ. എന്തോ അമ്മേ, പ്ലീസ് പ്ലീസ് വാ. അച്ഛാ വരാം. നീതു വാ. ഈ പെങ്കൊച്ച് പൈസ എങ്ങനെ മുടക്കാവോ അതെല്ലാം ചെയ്യുന്നുണ്ട്. ഹായ് അങ്കിൾ. വരൂ ഇരിക്കൂ. എന്താണ്, ആടെ കൈയാണ് നോക്കേണ്ടത്? എന്തായാലും സത്യമായിട്ടുള്ള കാര്യമേ ഞാൻ പറയൂ. എന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ 100% സത്യം മാത്രമേ ഞാൻ പറയൂ. ഇതെല്ലാം ഉടായ്പന്മാരും പറയുന്ന ഡയലോഗാ. അങ്ങനൊന്നുമില്ല മോളെ. എല്ലാം നമ്മള് മഹാദേവന്റെ മുന്നിൽ വെച്ച് നമ്മൾ സത്യമേ പറയാവുള്ളൂ. അറിയില്ലേ, മഹാദേവൻ കോപിഷ്ഠനാണ്. സത്യം മാത്രമേ നമ്മൾ പറയുള്ളൂ.
മോളെ ആരുടെ കൈയാണ് ഞാൻ നോക്കേണ്ടത്? ആ ചേച്ചി കൈ കൊടുക്ക്. എന്റെയോ? വേണ്ട വേണ്ട, കൊടുക്ക് ചേച്ചി. ഇന്നാ തോന്നു നോക്ക്. എന്ത് ഐശ്വര്യമുള്ള കൈ, മുഖം പോലെ തന്നെ. ഇയാൾ എന്ത് പറയുന്നേട്ടാ? നീ ഒന്നും മിണ്ടായിരിക്കും നീതു. ജീവിതത്തില് ഒരു തടസ്സം കാണുന്നുണ്ടല്ലോ കുട്ടി. തടസ്സോ? എന്താ സ്വാമി തടസ്സം? ഇന്നേ വരെ ആയിട്ടും ഒരാളങ്ങോട്ട് കേക്കിയിട്ടില്ല ഇല്ലേ? എന്താ എന്താ സ്വാമി പറയുന്നത് മനസ്സിലായില്ല? അതായത് ഒരാളങ്ങോട്ട് ദർശനം കൊടുത്തിട്ടില്ല ഇന്നേ വരെ. ചേച്ചി മനസ്സിലായില്ലേ? ചേച്ചിയുടെ കള്ളക്കണ്ണൻ. അതെങ്ങനെ സ്വാമിക്ക്? നോമിനെല്ലാം അറിയാം. എന്നിട്ട് എന്താ സ്വാമി? അതെന്താ സ്വാമി അങ്ങനെ കേറ്റാത്തത്? എന്റെ കൊച്ചിന് വല്ല ദോഷമുണ്ടോ? ഏയ്, കുട്ടിക്ക് ഒരു ദോഷമില്ല. സമയാകുമ്പോൾ അവളെ ഒരാൾ ആ സന്നിധിയിലേക്ക് കൈപിടിച്ച് കയറ്റുന്നതായിരിക്കും. സ്വാമി എന്തൊക്കെയാ പറയുന്നേ? ഞാനിപ്പോ പറയുന്നത് നിങ്ങക്ക് തമാശയായിട്ട് തോന്നിയിരിക്കാം, പക്ഷേ തമാശയല്ല കുട്ടി. ഞാൻ പറഞ്ഞത് കാര്യമായിട്ടുള്ള സത്യമാണ്. അതുകൊണ്ട് കുട്ടി ഇത് ഓർത്തു വെച്ചോ. ഒരു ദിവസം ആ ആൾ കുട്ടിയുടെ കൈയും പിടിച്ച് ആ സന്നിധിയിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും. ഇത് നാമല്ല പറയുന്നത്, സാക്ഷാൽ മഹാദേവനാണ് പറയുന്നത്. അത് പൊളിച്ച്. ഓ താങ്ക് യു സ്വാമി. എന്റെ ചേച്ചിക്ക് ഇത് മതി. അച്ഛാ പൈസ. കൊടുക്കാം. ഇതാ സ്വാമി. നന്നായി വരും. മോടെ കൈ നോക്കണ്ടേ? എന്റെ കൈ നോക്കണ്ട. അതെന്താ തന്നെ നിന്റെ കൈ നോക്കാത്തെ? കൊടുക്കു തരൂ, കൈ കൊടുത്തേ. എന്തായാലും ആദ്യമായിട്ട് നോക്കി, ഇനിയിപ്പൊ നിന്നെയും കൂടെ നോക്കട്ടെ. വേണ്ടമ്മേ, കൈ കൊടുക്കു തനു. ആളിത്തെ കുറുമ്പയാണല്ലേ? അത് പറഞ്ഞ സത്യമാണ് സ്വാമി. കുട്ടിയെ മെരുക്കാൻ വേണ്ടി ഒരാൾ തയ്യാറെടുക്കുകയാണ്. ആ ആളുടെ പെട്ട കുട്ടിയുടെ ഈ കുറുമ്പൊക്കെ മാറും. ആള് മാറ്റിയെടുക്കും. അമ്മേ അത്യാവശ്യമായിപ്പോയി. അതാരാണോ എന്തോ. പക്ഷെ ആള് കുട്ടിയെ ജീവന് തുല്യം സ്നേഹിക്കും, മനസ്സ് തുറന്ന് സ്നേഹിക്കും. അപ്പൊ സ്വാമി പറഞ്ഞു വരുന്ന അവളുടെ ലൈഫ് പാർട്ട്ണറിനെ കുറിച്ചാണോ? അതെ, കുട്ടിയുടെ ജീവിത പങ്കാളി. അവനെ ഇങ്ങനൊരു കുറുമ്പയെ മെരുക്കിയെടുക്കാൻ പറ്റൂ. വരട്ടെ, മെരുക്കിയെടുക്കാൻ കൊടുക്കും ഞാൻ. ഇപ്പൊ കുട്ടി ഇതെല്ലാം പറയുന്നു, പക്ഷെ അവന്റെ മുമ്പിൽ കുട്ടി പൂച്ചയായിരിക്കും. സ്വാമി അച്ഛാ, ഇത് കള്ളസ്വാമിയാ. നമുക്ക് പൈസ ഒന്നും കൊടുക്കണ്ട. ഇങ്ങോട്ട് വന്നേ. കണ്ടാ ഏട്ടാ, അവളുടെ കാര്യം പറഞ്ഞപ്പോ അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഏട്ടാ പൈസ കൊടുത്തേ. ഇതാ സ്വാമി. ശരി, മഹാദേവൻ അനുഗ്രഹിക്കും നിങ്ങളെല്ലാരെയും. ശരി സ്വാമി. എന്നാലും അവൻ ആരായിരിക്കും? എന്തുവാണ് നീ ചിന്തിച്ചു വരുന്നേ? വല്ല കാര്യം ഉണ്ടായിരുന്നോ? പോ ചേച്ചി, എന്നെ മെരിക്കെടുക്ക ഇനി വരട്ടെ. താനും സ്റ്റാറ്റസ് ഇട്ടേക്കുന്നല്ലോ. ഓ, ഇവര് അമ്പലത്തിൽ പോയോ? പിയെ ഉണ്ടല്ലോ. പറഞ്ഞ പോലെ പിയുടെ നമ്പർ എന്റെ കയ്യിലില്ലല്ലോ. അവളോട് ചോദിക്കണ്ട, തനുവിനോട് ചോദിക്കാം. കിട്ടി. ഇതാരാ? ഓ, ഇന്ന് തനുവിന്റെ ബർത്ത്ഡേ ആയിരുന്നോ? ഒന്ന് വിഷയായിരുന്നല്ലോ. സാധനം ഊരി വെച്ചപ്പോ എന്റെ പൊന്നേ, ആശ്വാസമായി. എന്താടി? ഒന്നും പറയണ്ട ചേച്ചി, ചൂടെടുത്ത മനുഷ്യന്റെ ഊപ്പാടിളകി. അയ്യോ, ഇതാരാ? അദ്വിക് സാറ്. എന്താടി? അല്ല സാർ എനിക്ക് ബർത്ത്ഡേ വിഷ് ചെയ്തേക്കുന്നു. സാറെങ്ങനെ അറിഞ്ഞ? അതോ, സാർ എന്റെ സ്റ്റാറ്റസ് കണ്ടാണ്. ശരിയാ. നീ താങ്ക്സ് പറഞ്ഞേരെ. പറയാൻ മറന്നു. താങ്ക്സ് യു സാർ. എന്താ ഉണ്ടാക്കുന്നേ? പായസം. എന്റെ കൊച്ചിന് പിറന്നാളല്ലേ, അപ്പൊ അമ്മ പായസം ഉണ്ടാക്കണ്ടേ? ഓ, അമ്മ മനസ്സ് തങ്ക മനസ്സ്, മുറ്റത്തെ തുളസി പോലെ.
എൻ്റെ പൊന്നാരമ്മ. ഉമ്മ. ഓ അല്ലടി, നീ നിന്റെ ചേച്ചി എവിടെയും പോകുന്നില്ലേ? ഓ, എന്തിനാ പുറത്തോട്ട് പോന്നേ? ഇതല്ലേ ഞങ്ങളുടെ സ്വർഗം. അയ്യോ, സുഖിപ്പിക്കല്ലേ മോളെ. സുഖിപ്പിച്ചല്ലമ്മ, ഞാൻ കാര്യം പറഞ്ഞയാ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. എന്താണ് ഇവിടെ അമ്മയും മോളും കൂടെ ഒരു സോപ്പിടിയല്? ഒന്നും പറയണ്ട ശ്രീയേട്ടാ, നിങ്ങളുടെ മോളല്ലേ വാചകടിക്ക് കേമിയ. ആ, അപ്പൊ നിന്റെ മോളല്ലേ ഇത്? എന്താ, നിങ്ങക്ക് സംശയമുണ്ടോ? പറ, സംശയമുണ്ടോ നിങ്ങക്ക്? അയ്യോ, അടിയിടല്ലേ അടിയിട്ടില്ലേ, എന്നിട്ട് നല്ല ദിവസമായിട്ട് രണ്ടെണ്ണം കൂടെ അടിയിട്ടില്ലേ? വേണ്ട അച്ഛാ, ബാ കമോൺ. അമ്മ ഒന്ന് പൈസ ഉണ്ടാക്കട്ടെ, വരും. അതെ, അതാണ് നല്ലത്. അതിഥി ഒന്ന് വിളിച്ചിട്ട് നാളത്തെ ഡിസൈൻ്റെ കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കാം. ചേച്ചി, ഇതാ ഫോൺ അടിക്കുന്നു. ആ, വരുന്നു. ഇതാരാ? ഹലോ ഹലോ ഹലോ, ആരാ? ഇവക്കെന്നെ മനസ്സിലായില്ലേ? ആരാന്ന് മനസ്സിലായില്ലേ? ഇല്ലാത്തോണ്ടല്ലേ ചോദിച്ചേ. ആരാ? ഞാൻ ആരവ്. ആരവോ? ഏതാരവ്? എടോ അതിഥി, ഇത് ഞാനാ ആരവ്, തന്റെ ബോസ്. ആ, സാറായിരുന്നോ? സോറി സാർ, നമ്പർ അറിയാത്തോണ്ട ഞാൻ. ഓക്കെ. എന്ത് സാർ വിളിച്ചേ? അത് നാളത്തെ ഡിസൈനെ പറ്റി ഓർമ്മിപ്പിക്കാനായിരുന്നു. ആ, അതെനിക്ക് ഓർമ്മയുണ്ട് സാർ. ആ, ഓക്കെ. അല്ല, സാറിന് നമ്പർ കിട്ടി? ആ, അതൊക്കെ കിട്ടി. ഇപ്പൊ എന്താണെന്ന് എനിക്ക്? ഒന്നുമില്ല. ആ, എന്നാ ശരി. ആ, ഓക്കെ സാർ. ഏക്കെന്ത് പ്രാന്ത. എന്നാലും എന്റെ നമ്പർ ആരായിരിക്കും കൊടുത്തേ? ഞാനാ കൊടുത്തേ. നീയാ? നീ എന്തിനാ കൊടുത്തേ? സാർ എന്നോട് ചോദിച്ചു, അതുകൊണ്ട് ഞാൻ കൊടുത്തു. നിന്റെ നമ്പർ സാറിന്റെ ഉണ്ടോ? യെസ്, ഞങ്ങൾ ഓൾറെഡി കമ്പനിയായി. സാർ എന്നോട് ചോദിച്ചു, ഞാൻ കൊടുത്തു. കമ്പനി ആയോ? അതിപ്പം അത് ചേച്ചിക്ക് അറിയത്തില്ല. ഞങ്ങളിപ്പം അണ്ണൻ തമ്പി ബന്ധമാണ്. ഓക്കെ. പിന്നെ എന്റെ ചേട്ടനെല്ലാം പറഞ്ഞ ചേച്ചിക്ക് കിട്ടും. എന്ത് കിട്ടും? അച്ഛാ, ആ ചൂരൽ എവിടെ ഇരിക്കുന്നേ? ഇവിടെ ഉണ്ട് മോളെ. ചൂരലോ? അയ്യോ, എസ്കേപ്പ്. പേടിച്ചു പോയി, പാവം കുട്ടി. ని సరే రే మామ పాప నిద బమ పని సరే. അമ്മ, ഞാൻ ഇറങ്ങുവാണേ. ആ, പോയിട്ട് വാ. അച്ഛാ. ആ, പോയിട്ട് മക്കളെ. സർ, മേ കം ഇൻ? ആ, വാ. സർ, ദ ഫയൽ. അതിഥി, താൻ എന്തായി ചെയ്തു വെച്ചേക്കുന്നേ? എന്ത് സാർ? ഇതിൽ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ടല്ലോ അതിഥി. സാർ, സാറ് പറഞ്ഞ പോലെ ഞാനത് ചെയ്തു വെച്ചേക്കുന്നത്. അല്ലാതെ എന്റെ രീതിയിൽ ഒരു മാറ്റവും ഞാൻ അതിനകത്ത് എഴുതിയിട്ടില്ല. അപ്പൊ താൻ പറയുന്നത് എനിക്ക് മിസ്റ്റേക്ക് ഉണ്ടായെന്നാണോ? സാർ, അത് ഞാനല്ലല്ലോ പറഞ്ഞേ. സാറല്ലേ ഇപ്പൊ പറഞ്ഞ ആ ഫയലിൽ മിസ്റ്റേക്ക് ഉണ്ടെന്ന്. സോ സാറല്ലേ അതെല്ലാം പറഞ്ഞു തന്നത്, അതേപോലെ ഞാൻ എഴുതി. അത്രേ ഉള്ളൂ. അപ്പം സാറിന്റെ ഭാഗത്തല്ലേ മിസ്റ്റേക്ക്. ഡോ, താൻ എന്തോ എന്നെ പഠിപ്പിക്കുന്നോ? താനാണോ ബോസ് അതോ ഞാനാണോ ബോസ്? സാറിന് എന്താ സംശയമുണ്ടോ? യോ, ഇറങ്ങി പോടോ. ഓ, പോവാവേ. ആ ഫയൽ ഇങ്ങോട്ട് തരൂ. ഒരു ബോസിനോട് സംസാരിക്കുന്ന സംസാരമാണോ അതിഥി ഇത്? തനിക്ക് ഇത്തിരി റെസ്പെക്റ്റോടെ സംസാരിച്ചൂടെ? ഇങ്ങോട്ടുണ്ടെങ്കിലേ അങ്ങോട്ട് റെസ്പെക്ട് തരത്തോളൂ. ഓ, നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആണേ, എന്നാ പിന്നെ ആ ഫയൽ ഇങ്ങതാ, ഞാൻ റീറൈറ്റ് ചെയ്തോളാം. ആ, അതാ നിനക്ക് നല്ലത്. തെറ്റ് മൊത്തം പറഞ്ഞു വന്നിട്ട് പറയുന്ന കേട്ടില്ലേ? വാട്ട്? നത്തിങ് സാർ, ബൈ. ഈ പെണ്ണ് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തുകൊണ്ട് കൊടുത്താലും അതിന് കുറ്റം പറഞ്ഞുകൊണ്ട് വരും. ഇയാളൊക്കെ സർ. ആ, അരുൺ ബാ. എന്താ സാർ വിളിപ്പിച്ചേ? ആ, അത് പിന്നെ അരുണേ, നമ്മുടെ മോഡലിംഗ് സെക്ഷനിലേക്ക് അതിഥിയുടെ കൂടെ നീ വേണം പോവാൻ. ആ സാർ, ഞാൻ പോവാം. കാരണം എന്താണെന്ന് വെച്ചാലേ, ഞാൻ പോകാനിരുന്നായിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ അർജൻറ്റായിട്ട് ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണം. അതുകൊണ്ട് നീ ഒന്ന് കൂടെ പോകണം. അതിനെന്താ സാർ, കുഴപ്പമൊന്നുമില്ല, ഞാൻ പൊക്കോളാം. പിന്നെ നിങ്ങൾ അവിടെ ചെന്നിട്ട് മോഡൽസിൻ്റെ ഡ്രസ്സൊക്കെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ, ഫിറ്റിംഗ് ഒക്കെ കറക്റ്റാണോ, എല്ലാം ചെക്ക് ചെയ്ത് വെക്കണം. പിന്നെ കറക്ഷൻ വല്ലതും ഉണ്ടെങ്കിൽ അപ്പം തന്നെ നോട്ട് ചെയ്തിട്ട് എന്നോട് പറയണം. പറയാം സാർ. എന്നാൽ പിന്നെ ഇപ്പം തന്നെ ഇറങ്ങിക്കോ, അതിഥിയോട് പറഞ്ഞേക്ക്. സാർ, ശരി. അരുൺ, ദാ കാറിൻ്റെ കീ, നിങ്ങൾ ഇതിൽ പൊക്കോ. ശരി സാർ. ചെല്ല്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണേ. വിളിക്കാം സാർ. ശരി. എടി, അത് കറക്റ്റാ, അതിൽ മിസ്റ്റേക്ക് ഒന്നുമില്ല.
ആ അത് ഞാൻ നോക്കിയായിരുന്നടി. എന്നാലും നമുക്കൊന്നും കൂടെ റീചെക്ക് ചെയ്യണമല്ലോ. എന്തിനാ വെറുതെ സാറിൻ്റെ വായിന്ന് കേൾക്കുന്നത്? അത് ശരിയാ, ഒരു 3 വട്ടമെങ്കിലും നോക്കണം. ആ അതെ അതെ. ഹലോ മാഡം, ആ ഇങ്ങനെ ഇവിടെ നിന്ന് സംസാരിച്ചാൽ മതിയോ? നമുക്ക് പോണ്ടേ? എങ്ങോട്ട്? അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ? എന്താടാ? അല്ലടി, നമ്മുടെ മോഡലിംഗ് സെക്ഷനിലോട്ട് പോണ്ടേ? അത് ആരഫ് സാർ വരുന്നല്ലേ പറഞ്ഞേ? ഓ, സാറിനൊരു മീറ്റിംഗ് ഉണ്ട്, അതുകൊണ്ട് സാറിന് വരാൻ പറ്റത്തില്ല. അതുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞേക്കുവാ നിൻ്റെ കൂടെ ചെല്ലാൻ. ഓ അത് ശരി, എന്നാ പിന്നെ പോവാം. വാ. അപ്പൊ ശരി, ഞങ്ങൾ പോയിട്ട് വരാം. ഓക്കെ ഓക്കെ. എടാ സൂക്ഷിച്ചു കൊണ്ടുപോകണം എൻ്റെ കൊച്ചിനെ. എന്താടി നിനക്കൊരു വിശ്വാസമില്ലാത്ത? വിശ്വാസമില്ല, അത് തന്നെ. ഓ ഇവളെ. വേണ്ട വേണ്ട, ഇവിടെ ചടിയുണ്ട. സാറ് കണ്ട തീർന്ന്. എൻ്റെ അതിഥി പറഞ്ഞോണ്ട് ഞാൻ വിട്ടേക്കുന്നു നിന്നെ. അയ്യാ, അല്ലെങ്കിൽ ഇപ്പൊ കാണായിരുന്നു. കണ്ടാടി അവള് പറയുന്ന കേട്ടാ. ഓ എന്റെ പൊന്ന് സ്നേഹം, ഒന്ന് നിർത്തടി. ഞാനൊന്നും പറയുന്നില്ലേ. എന്ന് ഞങ്ങൾ പോയിട്ട് വരാം. ആ ശരിയടി. ഒന്ന് പാടാ, ഇങ്ങോട്ട് വാടാ നോക്കിയിരിക്കാതെ. എന്നാലും അവൾക്ക് ഇത്തിരി അഹങ്കാരം ഇല്ലേടി? നീ മിണ്ടായിരുന്നു അരുണേ, വിടത്. നീ പറഞ്ഞോണ്ട് വിട്ടേക്കുന്നു. ബാ കേറ്. ഇതാരാ? ആരാ? നീ ആരാ? അതല്ലല്ലോ ഞാൻ ചോദിച്ചതിന് മറുപടി. നീ ഏതാ കൊച്ചേ? എൻ്റെ അടുത്ത് വന്നിട്ട് ഏതൊന്നും ഇവളേത്? ആദ്യം ഞാനല്ലേ നിന്നോട് ചോദിച്ചേ, അതുകൊണ്ട് നീ പറ, നീ ആരാ? ഓക്കെ ഞാൻ പറയാം. ഞാൻ അദ്വി കൃഷ്ണയുടെ ഫിയാൻസെ. ഫിയാൻസിയോ സാറിന്? ആ ഇനി പറ, നീ ആരാ? ഞാൻ അദ്വി കൃഷ്ണയുടെ പി എ. ഓ പി എ ആണോ? ഞാൻ വിചാരിച്ച് വൈഫായിരിക്കുന്നു. ഇവളെന്ത് തേങ്ങ ഈ പറയുന്നേ? കുറച്ച് മുന്നേ ഇവളെ തന്നെയല്ലേ പറഞ്ഞേ സാറിൻ്റെ ഫിയാൻസിയാണ്? ഓ തലയ്ക്ക് വിളവില്ലാത്തതാന്ന് തോന്നുന്നു. തനു അധികം അങ്ങോട്ട് ഇടപെടാതിരിക്കുന്നേ നല്ലത്. എന്താ പി ആലോചിക്കുന്നേ? എന്താ എനിക്ക് ആലോചിച്ചൂടെ? ഓ ആലോചിക്കാം. എവിടുന്ന് വരുന്ന കുറ്റിയും പറിച്ചോണ്ട്? തനു താനെന്താ? റിയ, ഹായ് അദ്വി. നീ എന്താ ഇവിടെ? ഞാൻ ഇവിടെ അല്ലാതെ പിന്നെ വേറെ എവിടാ? നിന്നോട് ആരാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? ഞാൻ നിന്നെ കാണാൻ വന്നേ അദ്വി. റിയ, ഒന്നാമത് വർക്കുള്ളതാ, നീ ഇവിടുന്ന് പോയേ. എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാൻ താല്പര്യമില്ല. അദ്വി നീ എന്താ ഈ പറയുന്നേ? എനിക്ക് നിന്നോട് സംസാരിച്ചേ പറ്റൂ. റിയ, ഞാൻ നിന്നോടാ പറഞ്ഞത്, എനിക്ക് നിന്നോടൊന്നും സംസാരിക്കില്ല. പോയേ, വെളി പോയേ. നിനക്കെന്താ അദ്വി? ഞാൻ ഇവിടെ നിൽക്കുന്നതിന് എന്താ കുഴപ്പം? നിനക്ക് എന്നോടൊന്ന് മിണ്ടിയാലെന്താ? ഓഹ് ഇവള്. നിങ്ങളോടല്ലേ സാറ് പറഞ്ഞത് ഇറങ്ങി പോവാൻ? നാണമാനല്ലേ ഒരു ഉൾപ്പില്ലാതെ ഇങ്ങനെ ഏറെ നിൽക്കാൻ? തൻവി, ഡി നീ ആരാടി ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ? ഓ ചേച്ചിക്ക് മനസ്സിലായില്ലേ? ഞാൻ സാറിന്റെ പി എ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഓർമ്മ കുറവല്ലോ ഉണ്ടോ? ഡി നീ ചുമ്മാ കളിയാക്കരുതേ. ഞാൻ കളിയാക്കിയതല്ല, കാര്യം പറഞ്ഞതാ ചേച്ചി. അദ്വി എനിക്ക് ദേഷ്യം വരുന്നു. അതിനിപ്പോ എനിക്കെന്ത് വേണം? ചമ്മി, നൈസായിട്ടങ്ങ് ചമ്മി. ഡി വേണ്ട റിയ, തൻവിയെ തൊടണ്ട. അതെന്താ അവളെ തൊട്ടാ? നിനക്ക് കൊള്ളുവോ? ചിലപ്പോ കൊള്ളും. ഓ ആയി ശരി. അപ്പം ഇവളാണോ നിന്റെ? ആടി ആണ്, എൻ്റെ ബോയ് ഫ്രണ്ടാ സാറ്. എന്ത് വേണം നിനക്ക്? തൻവി, സാറിന് മിണ്ടരി, ഇത് ഞാൻ ഡിലീറ്റ് തരാം. ഓ ഇപ്പൊ അങ്ങനെയൊക്കെ ആയില്ലേ അദ്വി? ഹലോ ഹലോ, ഇത് ഞാനാണ് പറഞ്ഞത്. അപ്പം നീ എൻ്റെ അടുത്ത് പറ. ഞാനും സാറും തമ്മി റിലേഷനിലാണ്. ഇനി നിനക്ക് വല്ലതും അറിയണോ? നിന്റെ ഫിയാൻസിയൊക്കെ നിന്റെ കൈ തന്നെ വെച്ചിരുന്നാൽ മതി കേട്ടോ. നിന്നെ ഞാൻ നോട്ടായിട്ട് വെച്ചേക്കുമായിരുന്നു. നീ എന്താടി ഈ മനുഷ്യനൊരു സമാധാനം കൊടുക്കാത്തത്? എപ്പോഴും വിലയോടെ വിലയാണല്ലോ. അങ്ങനെ പറഞ്ഞതല്ലേ നിന്റെ അടുത്ത് വിളിക്കരുതെന്ന്, എന്നിട്ടും കിടന്ന് വിളിച്ച് ശല്യപ്പെടുത്തു അങ്ങ്. ഇനി നീ അങ്ങനെ ശല്യപ്പെടുത്തിയോ ഈ തന്നെ ആരാന്ന് നീ അറിയും. കൊള്ളാദ്വി, ഒരു ഞാനൂലിനെ കൊണ്ട് എന്നെ പേടിപ്പിക്കാൻ നോക്കിയത്. അപ്പൊ നീ പേടിച്ച് അത് സമ്മതിച്ചല്ലോ. നിനക്കുള്ളതിനെ തരാടി. ഓ എന്തിനാ മാറ്റി വെക്കുന്ന? ഇപ്പൊ തന്നെ തന്നോ? അവളുടെ ഒരു ജാട. എനിക്ക് ജാടുള്ളവരെ തീരെ ഇഷ്ടമല്ല. എന്താ സാർ? അല്ല, നേരത്തെ താൻ എന്തോ പറഞ്ഞല്ലോ. ഞാനെന്താ പറഞ്ഞേ? ഓർമ്മയില്ലേ തൻവിക്ക്? അതിന് സാറെന്തിനാ അടുത്തോട്ട് വരുന്നേ? നേരത്തെ തൻവി ഒരു കാര്യം പറഞ്ഞില്ലേ, അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് സംസാരിക്കണ്ടേ? വേണ്ട. വേണ്ടേ? വേണമല്ലോ തൻവി.
ഞാൻ പോവാ. ഏയ് നിക്ക്. ഈ പെണ്ണിന്റെ ഒരു കാര്യം. ഒളിയമ്പിനെയരുതേ ഇനി എന്റെ സുന്ദരിയേ നിലാ നിലാ മിഴിയേ നിലാ നിലാ മൊഴിയേ നിലാ നിലാ മിഴിയേ. അതിഥി വാ. ആ അനു, അരുൺ സാർ. എന്തായി ഇവിടുത്തെ കാര്യമൊക്കെ ഓക്കെ അല്ലേ? ഓക്കെയാണ് സാർ. മോഡൽസ് ഒക്കെ? കുറച്ചേരൊക്കെ ഉണ്ട്. പിന്നെ ഡ്രസ്സൊക്കെ ഓക്കെ അല്ലേ? ഓക്കെയാണ്. നമുക്ക് കയറി നോക്കാം. ഇത് ആരവ് സാറിന്റെ PA അതിഥി. ഓ ഹായ്. ഹായ്. വാ വാ അതിഥി. ഫിറ്റിംഗ് ഒക്കെ ഓക്കെ ആണല്ലോ? അത് നോട്ട് ചെയ്ത് വെച്ചു. വേറെ ഇഷ്യൂ ഒന്നുമില്ല. ഓക്കെ അതിഥി, ഞാൻ ഇപ്പൊ വരാവേ. എന്താ? അല്ല, നമ്മുടെ ജോസഫ് സാറിനെ കൊണ്ടൊന്ന് സൈൻ ചെയ്യിപ്പിക്കാം. നീ ചെല്ലു. ശരി. ഇവിടുത്തെ സ്റ്റാഫൊക്കെ എങ്ങനെയുണ്ട്? എല്ലാവരും നല്ല വർക്ക് ചെയ്യുന്നവരാ? അനു, അതാ വരുന്നു. എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ശരി. എടാ, അതാരാ? ന്യൂ സ്റ്റാഫാണോ? ആയിരിക്കും, ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. കൊള്ളാളല്ലേ? ബോഡിയൊക്കെ നല്ല ഫിറ്റ് ആയിട്ടുണ്ട്. ഓ, ഇവൻ എവിടെ ചെന്നാൽ ഇതോളല്ലോ. നീ ഒന്ന് പോടാ, ഞാനൊന്ന് മുട്ടി നോക്കിയിട്ട് വരാം. എടാ, അത് വേണ്ട, നീ അടങ്ങടാ. ഓ, അവൻ എന്തേലും ചെട്ടി നിനക്കെന്താണോ? ഓ, ഇവനുള്ള വള്ളിയെല്ലാം പിടിച്ചോണ്ട് വരുന്നു. ഹലോ. ഹായ്. ഹായ്. നീ ആള് കൊള്ളാലോ. അല്ല, നല്ല ബോഡി. താൻ എന്താണ് കാണിക്കുന്നത്? ഞാനൊന്നും കാണിച്ചില്ലല്ലോ മോളെ, കാണിക്കാൻ പോകുന്നില്ലേ ഉള്ളു. കൈ എടുക്കടോ. എന്തിനാ ഇത്ര ധൃതി? തന്നോടാ ഞാൻ പറഞ്ഞത്, കൈ എടുക്കടോ. ആഹാ, നിനക്ക് അത്രയ്ക്ക് ധൈര്യമായോ? പോടാ. അതിഥി, എന്താ പ്രശ്നം? ഈ റാസ്കൽ എന്നെ വേണ്ട. വാ, അവളോട് ഞാൻ കൊടുത്തിട്ടുണ്ട്. നീ വാ. പിന്നെ ഇമ്മാതിരി പണി വേറെ ആർക്കും കാണിക്കാൻ മുതിരരുത്, കേട്ടല്ലോ? വരും. എന്നാലും അവൻ എന്താ പരിപാടി കാണിച്ചത്? എനിക്ക് പെരുത്ത് കേറുന്നുണ്ട്. നീ അത് വീട്ട്. അവനുള്ളത് ഞാൻ അപ്പൊ കൊടുത്തല്ലോ. പിന്നെ നീ ഇത് ആരവ് സാറിനടുത്ത് പറയാനൊന്നും നിൽക്കണ്ട, കേട്ടല്ലോ? ശരി, ഞാൻ ഒന്നും പറയുന്നില്ല. എന്നാ വാ, വണ്ടി എടുക്ക്. ഹലോ സാർ. ഹലോ മനു. സാർ, അരുണിൻ്റെ അടുത്ത് എൻ്റെ ക്യാബിലോട്ട് വരാൻ പറ. ശരി സാർ. എടാ, നിൻ്റെ അടുത്ത് ക്യാബിലോട്ടെല്ലാം പറഞ്ഞ്. ഞാൻ ഈ കറക്ഷനൊക്കെ സാറിൻ്റെ അടുത്തൊന്ന് കാണിച്ചിട്ട് വരാം. ശരി സാർ. അരുൺ വാ. സാർ ദാ. എന്തെങ്കിലും കറക്ഷൻ വല്ലതും ഉണ്ടോ? ഇല്ല സാർ, എല്ലാം പെർഫെക്റ്റ് ആണ്. എല്ലാം ചെക്ക് ചെയ്യായിരുന്നല്ലോ? എല്ലാം ചെക്ക് ചെയ്തായിരുന്നു. പിന്നെ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? പ്രശ്നമോ? എന്ത് പ്രശ്നം സാർ? ഒന്നും ഉണ്ടായില്ല. അത് സാർ. അരുൺ, കാര്യം പറ. വാട്ട്? ഇത്രയൊക്കെ നടന്നിട്ട് നിനക്ക് എന്നെ ഒന്ന് വിളിക്കാൻ എന്തായിരുന്നു അരുൺ? അത് സാർ, അതിഥി പറഞ്ഞ് വേറെ സീൻ ഉണ്ടാക്കണ്ട, സാറിനെ വിളിക്കണ്ടെന്നാ പറഞ്ഞത്. എന്നാലും അവൻ എൻ്റെ എടുത്ത് തന്നെ. സാർ, അതിഥി ആ സ്പോട്ടിന് അവനിട്ട് നല്ലത് കൊടുത്തായിരുന്നു. പിന്നെ അതുകൊണ്ട് തന്നെ ഞാനും വേറെ ഇഷ്യൂ ഉണ്ടാക്കണ്ടെന്ന് വെച്ച് അവൾ പറഞ്ഞ പോലെ ഇനി വന്നത്. അങ്ങനെ വിട്ടാൽ പറ്റത്തില്ലല്ലോ. നീ അതിഥിയുടെ അടുത്ത് ഇങ്ങോട്ട് വരാൻ പറ. സാർ, ഞാൻ ചെല്ലരുൺ. ശരി. ഇത് കുരിശായാലും അവൾ എന്നെ കൊല്ലും. എന്താടാ? നിന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. എന്തിന്? അവിടെ നടന്ന കാര്യങ്ങളെല്ലാം അറിഞ്ഞ്. എങ്ങനെ? അവിടെ കുറെ സാറിന്റെ ആൾക്കാരുണ്ടല്ലോ, അവരാരെങ്കിലും വിളിച്ചു പറഞ്ഞു കാണും. എന്റെ കൃഷ്ണ. ഇനിയിപ്പോ ഒന്നും ചെയ്യാനില്ല, നീ അങ്ങോട്ട് ചെല്ല്. ശരി. ഇയാളെന്നെ കൊല്ലൂ. സാർ. വാ. എന്ത് സാർ? അതിഥിക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. ഇല്ലേ? ഇല്ല സാർ. അവിടെ ചെന്താ നടന്നത്? അത് അത്ര വലിയ ഇഷ്യൂ അല്ല സാർ. അത്ര വലിയ ഇഷ്യൂ അല്ലേ? ഇല്ല സാർ, കുഴപ്പമില്ല. നിനക്ക് കുഴപ്പമില്ലായിരിക്കും, പക്ഷേ എനിക്ക് കുഴപ്പമുണ്ട്. ബിക്കോസ് അവൻ മിസ്ബിഹേവ് ചെയ്തത് എൻ്റെ PA എടുത്ത. സാർ, എന്നോട് എന്താ പറയാനത്? അത് സാർ, ഓൺ ദ സ്പോട്ടിൽ ഞാൻ അവനൊരു അടി കൊടുത്ത് ആ പ്രശ്നം അവിടെ തീർന്ന്. എന്തിനാ വെറുതെ വലുതാക്കുന്നത്? വലുതാക്കണം അതിഥി. സാർ, പിന്നെ അവൻ ആരോടെ കളിച്ചെന്ന് അവൻ അറിയണം. അറിയിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. സാർ, ഒന്നും വേണ്ട, വിട്ടേരെ. പറ്റില്ല സാർ, പ്ലീസ്, ഇത് വലിയ ഇഷ്യൂ ആക്കരുത്.
ഇതങ്ങനെ കഴിഞ്ഞോട്ട്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാം. പ്ലീസ് സർ, വേണ്ട സർ, പ്ലീസ്. ഞാൻ പോവാ. ആ നിക്കവിടെ. എന്താ? അല്ല, നീ എന്തിനാ അവനെ അടിച്ചത്? അവൻ എന്ത് തെമ്മാടിത്തരം നിന്നോട് കാണിച്ചത്? അത് എൻ്റെ കൈ കയറി പിടിച്ചു. ഓ, അപ്പം ആരും നിന്റെ കൈ കയറി പിടിച്ചാ നീ അവനെ അടിക്കൂ? ആ, അടിക്കും. ഓ, അപ്പം എൻ്റെ പിയെ താങ്കളുടെ കൈ ഞാൻ പിടിച്ചേക്കുവാണ്. ആ? ആ, എന്താ താങ്കൾ എന്നെ അടിക്കാത്തത്? അത് സാറിൻ്റെ ബോസ് ആയോണ്ട്. ബോസ് ആണ്ട് മാത്രമാണോ? ആരെന്ത് ചെയ്താലും അതിഥി റിയാക്ട് ചെയ്യുന്നല്ലേ പറഞ്ഞത്? അല്ല, എല്ലാവരും പറഞ്ഞത് അങ്ങനെ. അതിഥി ഒരു സ്ട്രോങ് ഗേളാണ്, എന്തിനും റിയാക്ട് ചെയ്യുന്ന ഗേളാണ്. പക്ഷേ ഇവിടെ മാത്രം എന്താ? ഈ സോണിലോട്ട് അത് വർക്കാവത്തില്ലേ? ഇയാള് സർ വീട് ഞാൻ പോട്ട്. അങ്ങനെ വിടാൻ പറ്റത്തില്ലല്ലോ. കാര്യം പറ അതിഥി, എനിക്കറിയണ്ടേ താൻ എന്താ എന്നോട് റിയാക്ട് ചെയ്തെന്ന്. ഇയാളെ കൊണ്ട് വലിയ കഷ്ടമല്ല. അത് ഞാനെന്താ ഇപ്പൊ പറയാ? എന്താ? ഒന്നുമില്ല, ഞാൻ പോട്ട് മാറ്. അതിഥി സർ, എനിക്കതെന്താന്ന് അറിയത്തില്ല. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് സാർ അടുത്ത് വരുമ്പം ഞാൻ എന്താ റിയാക്ട് ചെയ്യത്തെന്ന്. അതിനെക്കുറിച്ച് എനിക്കൊരു ഐഡിയ ഇല്ല. പിന്നെ ഞാനെങ്ങനെ പറയാനാ? അത് കൊള്ളാം, ഞാൻ പോവാ. ഞാൻ പിടിച്ചോളാം വഴിയെ. കാലമാടൻ. എന്താടി? ഒന്നുമില്ല. എന്നാലും അയാൾ പറഞ്ഞതിൽ കാര്യമില്ലേ? ആരടുത്തോട്ട് വന്നാലും ഞാൻ അടിക്കും. പക്ഷേ ഇയാൾ മാത്രം വരുമ്പോൾ ഞാൻ എന്താ ഒന്നും പറയാത്തത്? അവിടെ അങ്ങ് സ്റ്റക്കായി പോകുന്ന എന്തായിരിക്കും? അത് മാത്രം അങ്ങോട്ട് പിടിയിട്ടുന്നില്ല. എന്തായിരിക്കും കണ്ണാ? ഓ, അയാൾ അടുത്തോട്ട് വരുമ്പോൾ എൻ്റെ പൊന്നെ, എൻ്റെ ഹാർട്ട് ബീറ്റ് അങ്ങ് കൂടി പൊട്ടുന്ന അവസ്ഥയാവും. അയ്യോ, എന്നാൽ എന്തായിരിക്കും കാരണം? ഇതിപ്പോൾ രണ്ടാമത്തെ തവണയാണ്, എന്നിട്ടും ഞാനൊന്നും ചെയ്തില്ല. സോ അതിഥി, നിന്റെ ഉള്ളിൽ എന്തോ ഉണ്ട്. എന്തായിരിക്കും? ஒரு பெண்ணாக உன்மேல் நானே பேராசை கொண்டேன். உன்னை முன்னாலே பார்க்கும்போது பேசாமல் நின்றேன். எதற்காக உன்னை எதிர்பார்க்கிறேன்? எனக்குன்னே நானும் தினம் கேட்கிறேன். இனிமேல் நானே நீயானே, இவன் பின்னாலே போவேனே. இனி நீயும் நானும் ஒன்றாய் சேர்ந்தால் காதல் எழுது. അതിഥി, എന്താ? എടി, മറ്റേവനെ ഡിസ്മിസ് ചെയ്ത്. എപ്പം? ഇപ്പൊ സാറാ പറഞ്ഞേ. ഓ, എന്തൊക്കെയാ ഇവിടെ നടക്കുന്ന എൻ്റെ ദൈവമേ? എന്താ? അല്ല, അതിഥിക്ക് വേണ്ടി സാർ ഒരാളെ ഡിസ്മിസ് ഒക്കെ ചെയ്യുമ്പം സംതിങ് ഫിഷിങ് അല്ലേ അരുണേ? അതെ അതെ, സംതിങ് ഫിഷിങ് സ്നേഹേ. ഇപ്പൊ നിങ്ങളൊന്നായോ? കൊള്ളാം കൊള്ളാം. അല്ലടി, ഇവര് പറഞ്ഞതിൽ കാര്യമില്ലേ? എടി സത്യടി, നിങ്ങൾക്ക് തമ്മിൽ എന്തോ ഒന്ന് മണക്കുന്നില്ലേ? മണക്കുന്നുണ്ട്, ഉണക്കമേ. ഞാൻ പോവാ. പാവം എൻ്റെ കൊച്ച്, അവളുടെ ഉള്ളിൽ എന്താന്ന് പോലും അവക്കറിയത്തില്ല. നമുക്ക് മനസ്സിലാക്കി കൊടുക്കാടി. അത് തന്നെ.